എന്ന് പറയുമ്പോൾ അങ്ങനെ വലിയ അല്ല ഒലക്കൊക്കെ അടിക്കുന്ന ബേസ്ബോൾ ആയിട്ടുണ്ട്. അതെനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ. അല്ല അത് ക്രിക്കറ്റ് സ്റ്റൈലാണ്. A lovable horror movie. Good tagline. That's a good tagline. കഷ്ടപ്പെട്ടുണ്ടാക്കൽ അമേരിക്കൽ ക്യാഷ് ഡോളർ കംബിയർ നെറ്റ് ദ ഡയറക്ടർ ഫിക്സ് ദ ആക്ടേഴ്സ് ദ പ്രൊട്ടക്ടർ ദ മൂവി റിലീസ്. ഈ പ്രേതപടങ്ങളൊക്കെ ഇഷ്ടമാണ് എനിക്ക്. കൂടുതലായിട്ട് എനിക്ക് പ്രേതങ്ങൾ പേടിയാണെങ്കിലും അതിനൊരു ഫാന്റസി ഉണ്ടല്ലോ. എൻ്റെ മമ്മീനെ ചെറുപ്പത്തിൽ അണലി കടിച്ചിട്ടുണ്ട്. അണലി കടിച്ച് അപ്പൊ തന്നെ മരിക്കുന്ന പറയണേ. പക്ഷെ മമ്മി അറിഞ്ഞില്ല. അത് കാരണം മമ്മി രക്ഷപ്പെട്ടു. ആദ്യ ദിനം ഏത് ഫിലിമെങ്കിലും അത് തമിഴ്, തെലുഗു, മലയാളം, ഹിന്ദി, the first day, first shot, I'll have butterflies in the stomach. Okay, all I have to say is I felt comfortable and obviously going into it I was nervous. ആദ്യമായിട്ട് ഒരു മലയാളത്തിലത്തെ ചുമ്മാ കോൺവെർസേഷൻ ഈസി ആണെങ്കിലും ഒരു സെറ്റിലേക്ക് വരുമ്പം അതിൻ്റെതായ ഒരു നെർവസ്നെസ് വരുമല്ലോ. പേടിയുള്ള ആൾക്കാരെ പ്രേതപടം കാണാൻ വരുള്ളൂ. അവരാണ് പ്രേതപടങ്ങളുടെ ഫാൻസ്. പ്രേതത്തിന് പേടിയില്ലാത്തവർക്ക് പ്രേതപടം ഇഷ്ടപ്പെടില്ല. ആക്ച്വലി മാർക്കറ്റ് ഈസ് ലൈക്ക് ദാറ്റ്. ഹലോ, ദി പ്രൊട്ടക്ടർ മൂവി ടീമാണ് ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ടീം എന്ന് പറഞ്ഞൊരു 4 പേരൊക്കെ ഉള്ളൂ. അതാണ് ഞങ്ങൾ ടീം. അങ്ങനെ ഏത് കളിയുള്ളത് 4 പേര് വെച്ചിട്ടുള്ളത്? ടെന്നീസ്, ബാഡ്മിന്റൺ 5. ഇല്ല, അത് ബോൾ ബാഡ്മിന്റൺ ആണ്. 4 ആയിട്ടുള്ള 4 ആയിട്ടുള്ള കുറേ ഉണ്ട്. ടെന്നീസ് ഉണ്ട്. ടെന്നീസ് നോ വൺ ടീമിൽ 4 ആയിട്ടുള്ള. വൺ ടീമിൽ 4 ആയിട്ട് ഒന്നല്ല. ഇല്ല, വൺ ടീമിൽ 4 ആയിട്ടില്ല. രണ്ടും ഇപ്പുറത്തും അങ്ങനെ. ടെന്നീസിൽ 2 ഉണ്ട്, ഷട്ടറിൽ 2 ഉണ്ട്, അങ്ങനെ 4 ഉണ്ട്. പക്ഷെ ഒരു ബോളിൽ 5 ഉണ്ട്. വോളിബോളിൽ 5 ഉണ്ട്. ശരി, ഞാൻ ടെന്നീസ് കളിച്ചിരുന്നത്. ഇതൊക്കെ ഞാൻ സ്റ്റോപ്പ് ചെയ്തില്ല. ഡി അഡിക്ഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോ I want to engage with more sports. Get physical. So I go for swimming. And I go for play cricket and I went for tennis. After one pickle ball culture vando. Pickle ball. No. കൈ കൊണ്ട് ഇല്ല, അത് ഒരു പുതിയ ഗെയിം ആണ് which is very fast spreading in Europe and US. It's a virus. It's not a virus. It's spreading like a virus. That is a good one. So the badminton പോലെയും ഇരിക്കും, പക്ഷെ ബാഡ്മിന്റൺ അല്ല. ടെന്നീസ് പോലെ ഇരിക്കും, പക്ഷെ ടെന്നീസ് അല്ല. It's a mix. അത് ബാറ്റിന്റെ നമ്മൾ മസ്കിറ്റോ ബാറ്റ് ഉണ്ടല്ലേ, അങ്ങനെ ഒരു ഷേപ്പിൽ സിന്തറ്റിക് Squash. most like squash also. in the room. No, you can play it in open in a synthetic court. It's like Anyone a mix can of play. everything. It's a നൂലിൽ കെട്ടിയിട്ടുള്ള ഇല്ല. It is a plastic ball with holes in it. Okay. That's a very, I think you must be having somewhere here. How it's played? Two people can play In the across room? the net. No, in the net. Net, okay. And the best part is the service area is called the kitchen. Oh. It's a very interesting game. I think Like table tennis? No, it's a big court. It's almost like a shuttle and tennis court. എന്തായാലും പേര് പറഞ്ഞത്? Pickleball. Pickle. Yes. You Google it and see where is the pickleball near me. You will get some quotes. Pickle spelling Pickle. അമേരിക്കയിൽ എങ്ങനെയാ? Spelling is same. അതെ, അപ്പൊ പുതിയ നായികയാണ് സിനിമയിൽ. അല്ല, ഇപ്പൊ ടെന്നീസ് കളിക്കാൻ പോയ കഥ കേട്ടില്ലല്ലോ. ശരിയാ. ടെന്നീസ് പിന്നെ കളിച്ചു, പിന്നെ കളിക്കേണ്ട വന്നിട്ടില്ല. അതാ ടെന്നീസ് പെട്ടെന്ന് കളിക്കാൻ പറ്റില്ല. It's not easy. അത് വിട്ടോ. I played, but I got injured here because of I train more. Tennis is not an easy game. Not an easy girl. Injured. ഉണ്ടല്ലേ ഈ ബോളോ? Pickleball. Okay. Tennis is not easy. It's hard. You have to be really fit. It's super engaging. So like, and this side is very tough. Backhand. ഇങ്ങനെ കോർട്ടിൽ മൊത്തം ഓടി നടന്ന് പിടിക്കേണ്ടതുണ്ട്. We want good stamina also. എല്ലായിടത്തും ഓടി ബോൾ വരുന്ന സ്ഥലത്ത്. സ്റ്റെഫി ഗ്രാസ് ടെന്നീസ് അത് കണ്ടു വളർന്ന ആളാണ് നമ്മളൊക്കെ. അയ്യോ, when I see, I thought very easy game. Just running here and there. After 2-3 steps we will get tired. But that much stamina we need. ചെറിയ പിള്ളേര് വന്നിട്ട് കളിക്കുന്നതാണ് നമ്മുടെ. ഡെയിലി ചെയ്യുമ്പോൾ കുറച്ച് സ്റ്റാമിന കൂടി അങ്ങനെ വലിയ വ്യത്യാസമില്ലേ? അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഞാൻ കളിക്കാൻ തന്നെ പോയത്. 2-3 വർഷം ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പോവേ ഇല്ല അങ്ങോട്ട്. Because that's
മാൻസ് ഗെയിംസ് എന്നാ പറയാ. കാരണം നമ്മുടെ വീടിന്റെ പറമ്പിൽ കളിക്കാൻ പറ്റില്ലല്ലോ ടെന്നീസ്. അതിന് പെർഫെക്റ്റ് കോർട്ട് വേണം. പിന്നെ നമുക്ക് മറ്റേ ക്രിക്കറ്റ് തന്നെ പറ്റുള്ളൂ. മടല് വെട്ടിയിട്ട് നടത്ത് കുത്തി സ്റ്റെമ്പായിട്ട്. അമേരിക്കൻ ഫുട്ബോൾ അല്ലേ, ക്രിക്കറ്റ് ഉണ്ടോ? ക്രിക്കറ്റ് ഉണ്ടായിരിക്കും പക്ഷെ അമേരിക്കൻ പക്ഷെ നോ അങ്ങനത്തെ ഒന്നുമില്ല. അമേരിക്കൻ ക്രിക്കറ്റ് ഉണ്ടോ? ഓക്കെ. അത് അത് ബേസ് cricket ball ആ. ക്രിക്കറ്റ് എന്ന് പറയുമ്പോ അങ്ങനെ വലിയ മറ്റേ അത്രയും ഒലക്കൊക്കെ അടിക്കണല്ലേ അല്ല, ഒലക്കൊക്കെ അടിക്കുന്ന ബേസ്ബോൾ ആയിട്ടുണ്ട്. ഒരൊറ്റ അതെനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ. അല്ല, അത് ക്രിക്കറ്റിന്റെ ഒരു സ്റ്റൈലാ. അപ്പൊ റൺ ഔട്ട് ആക്കാൻ പറ്റില്ലേ? റൺ ഔട്ട് ആക്കാൻ പറ്റില്ലേ? റൺ ഔട്ട് ഉണ്ട്, ബേസ്ബോളിലുണ്ടോ? ഉണ്ട്, പക്ഷേ that's a very detailed ഡീറ്റെയിൽഡ് ആയിട്ട് ഇങ്ങനെ 4 സ്റ്റോപ്സ്. You played baseball? നോ. Last പക്ഷെ അവിടെ വാച്ച് ചെയ്യുന്ന ഏറ്റവും മോസ്റ്റ് വാച്ച്ഡ് സ്പോർട്ടാണ് ബേസ്ബോൾ എന്ന് പറയുന്നത്. ഓക്കേ. പിന്നെ റഗ്ബിയും റഗ്ബി ഒക്കെ ഉണ്ട്, പക്ഷെ ഫുട്ബോൾ ആണ് അവിടെ. ഈ അമേരിക്കൻ ഫുട്ബോൾ. അമേരിക്കൻ ഫുട്ബോൾ കൈൻഡ് സിമിലർ. അതിന് കുറച്ച് ആരോഗ്യം വേണം. ടാക്ലിങ്ങും ഇടിച്ചിടുക അല്ല അമേരിക്കൻ. പിന്നെ അതിന്റെ ഇടയ്ക്ക് ബോൾ പിടിക്കണം. പക്ഷെ ഫുട്ബോളും മെസ്സി കളിക്കണ ബോളും അത് വേറെ വേറെ. ഓക്കെ. കോട്ടയത്ത് നിന്ന് റബ്ബർ പോയിട്ട് വേണം മെസ്സിക്ക് ഫുട്ബോൾ ഉണ്ടാക്കാനെന്നാ കേട്ടിട്ടുള്ളത്. കേട്ടിട്ടുണ്ടോ? അല്ല ശരിക്കും we will say for Messi is playing football also the rubber is going from കോട്ടയം. കോട്ടയത്തല്ലേ അച്ചായമാര്? കോട്ടയം. Messi playing football, no, that rubber going from കോട്ടയം. You have plant rubber plantations. The Plantation. Kottayam? no rubber plantation. Not from our plantation. Producer Robinson mom's brother കഷ്ടപ്പെട്ടുണ്ടാക്കൽ അമേരിക്കൽ cash dollar come here. Met the director fixed the actors, we made the protector, the movie released June 13th. ഫ്രൈഡേ റിലീസ് ആവുന്ന മുടിഞ്ഞല്ല ഇന്റർവ്യൂ. അപ്പൊ ഡയറക്ടർ പറയൂ, എങ്ങനെയാണ് പ്രൊട്ടക്ടർ ഉണ്ടായത്? ഇങ്ങനെ ഒരു മൂവി ചെയ്യണമെന്ന് അദ്ദേഹം അഭിപ്രായം പറഞ്ഞപ്പം അദ്ദേഹം നേരത്തെ കുറെ സബ്ജക്റ്റുകൾ നോക്കിയിരുന്നു. അപ്പൊ നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ ഒരു സബ്ജക്റ്റ് പിന്നെ നമ്മള് Means Robinson. He did the movie for he want to write songs. he's a lyricist also. He wrote. ഇതിലുള്ള 3 പാട്ടുകൾ എഴുതിയിരിക്കുന്നത് അദ്ദേഹമാണ്. അപ്പൊ അങ്ങനെ നമ്മളത് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഈ ജോണറിലുള്ള ഒരു സംഭവമാണ് താല്പര്യം തോന്നിയത്. പിന്നെ അത് നമ്മൾ ഓൾറെഡി സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഒക്കെ ആയിട്ടിരുന്ന് ഡെവലപ്പ് ചെയ്ത് പിന്നെ അതിനുശേഷം നമ്മൾ കാസ്റ്റിങ്ങിലേക്ക് പോയി. നമ്മുടെ നിഗമനത്തിൽ വന്ന എല്ലാ കാസ്റ്റിങ്ങുകളും നമ്മൾ അത് വേറൊരു ചേഞ്ചിലേക്ക് പോകാതെ തന്നെ നമ്മൾ ഫിക്സ് ചെയ്യാൻ ചെയ്തു. അങ്ങനെയാണ് ഇവരിലേക്കെല്ലാം എത്തുന്നത്. ചേട്ടൻ ഈ കഥ കേട്ടപ്പം ഇത് ഞാൻ ചെയ്യാം, അല്ലെങ്കിൽ ഈ കഥയിലേക്ക് ചേട്ടൻ ഏറ്റവും എനിക്ക് ഈ പ്രേതപടങ്ങളൊക്കെ ഇഷ്ടമാണ്. എനിക്ക് കൂടുതലായിട്ട് എനിക്ക് പ്രേതങ്ങൾ പേടിയാണെങ്കിലും അതിനൊരു ഫാന്റസി ഉണ്ടല്ലോ. ഫാന്റസി എപ്പോഴും മൂവീസിൽ ഹൈദരാബാദ് പീപ്പിൾ സേസ് ലൈക്ക് ദാറ്റ്. ഐ ആസ്ക് ദം why realistic movies not coming in Hyderabad? They say for that we can see in news. In movie we want to see like fantasy. കൂടുതലും മൂവീസിലാണ് ഫാന്റസീസ് ഹാപ്പൻ ആവുള്ളൂ. അല്ലെങ്കിൽ ഫാന്റസീസ് എപ്പോഴും അവർക്ക് മൂവീസിലെ ഫാന്റസീസ് കാണാൻ പറ്റുള്ളൂ എന്നാ പറയുന്നത്. നമ്മള് പണ്ട് പറയില്ല ഇതെന്താ സിനിമാ കഥയോ അല്ലെങ്കിൽ സിനിമയിലൊക്കെ ഉള്ള പോലെ. ഇപ്പൊ പക്ഷെ അങ്ങനെ പറയുന്നത് വളരെ കുറഞ്ഞു. അപ്പൊ ഇടയ്ക്ക് പക്ഷെ പ്രേതപടങ്ങൾ എല്ലാ കാലത്തും വർക്ക് ആവുന്ന സാധനമാണ്. അപ്പൊ ആ ഒരു മൂഡ് ഉണ്ടാക്കുക എന്നുള്ളത് ഈ പടത്തില് ചെയ്തിട്ടുണ്ട്. പ്രേതം ശരിക്കുണ്ടോ ഇല്ലേ എന്നുള്ളതൊന്നും അല്ല നമ്മൾ പറയണത്. പക്ഷെ ആ ഒരു ഹൊറർ ഫീല് ഒരു എക്സൈറ്റിംഗ് എലമെന്റ് ആണ് നമ്മൾ പടം ചൂസ് ചെയ്യുമ്പോൾ. പിന്നെ ഒരു മന, ആ മനയില് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മരണവും അത് പിന്നെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യാൻ വരുന്നു. അപ്പൊ പ്രേതങ്ങളിൽ നിന്നൊരു ആളുകളെ പ്രൊട്ടക്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞു. ചേട്ടനാണ് പ്രൊട്ടക്ടർ. ഇത്രയും
സംഭവം എന്ന് വെച്ചാൽ ഓൾ ടൈപ്പ് ഓഫ് ആൾക്കാർക്ക് കാണാൻ പറ്റുന്ന ഒരു ജോണറിലുള്ള സംഭവം. എനിക്ക് ഈ പ്രേത സിനിമകൾ ഭയങ്കര പേടിയാണ്. എനിക്ക് പൊതുവേ പ്രേതം അങ്ങനെ പേടിപ്പിക്കുന്നതല്ല, പേടിയുള്ള ആൾക്കാർക്ക് കാണാൻ പറ്റും. അല്ലല്ല, പേടിയുള്ള ആൾക്കാരെ പ്രേതപടം കാണാൻ വരുള്ളൂ. അവരാണ് പ്രേതപടങ്ങളുടെ ഫാൻസ്. പ്രേതത്തിന് പേടിയില്ലാത്തവർക്ക് പ്രേതപടം ഇഷ്ടപ്പെടില്ല. ആക്ച്വലി മാർക്കറ്റ് ഈസ് ലൈക്ക് ദാറ്റ്. പേടിക്കാൻ വേണ്ടി തിയേറ്ററിൽ കയറുന്നതായിട്ടാ. സ്ക്രീനിലൊക്കെ ഞാൻ നോക്കി. അതെ, ഞാനൊക്കെ ഇങ്ങനെ ചെവിയൊക്കെ പൊത്തിച്ചിട്ടാ കാണുന്നത്. അങ്ങനെ നമ്മൾ തീർത്തും ആൾക്കാരെ പേടിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് പോയിട്ടില്ല. നമ്മുടെ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ഫാമിലി വരണം. ഫാമിലി വന്നു കഴിഞ്ഞാൽ ഓൾറെഡി കുട്ടികളുണ്ടാവും. അപ്പോൾ അവര് ഇങ്ങനെ ഒരു സീൻസ് വന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അവരുടെ കണ്ണ് പൊത്തേണ്ടി വരും, അല്ലെ അവർ കരഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് കൊണ്ടുപോകേണ്ടി വരും. അങ്ങനെ ഒരു രീതിയിലേക്ക് നമ്മൾ പോകുന്നില്ല. ഞങ്ങളത് ടോട്ടലി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുക. ആ ഒരു ഫീലിംഗ് മെയിൻറ്റെയിൻ ചെയ്ത് അത്യാവശ്യം ഹൊറർ കൊടുത്തുകൊണ്ട് എല്ലാവരും ആകർഷിക്കുന്ന രീതിയിലേക്കാണ് ചെയ്തിരിക്കുന്നത്. ത്രൂ ഔട്ട് ബിഗിനിങ് ടു ദി എൻഡ് മൂവി വാച്ച് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. നമ്മുടെ ഒരു യാതൊരു ഡിസ്ട്രാക്ഷൻസ് ഒന്നും വരത്തില്ല. എക്സ്ട്രീം ആയിട്ടുള്ള ഹൊറർ ഇല്ല. എക്സ്ട്രീം ആയിട്ടുള്ള ഹൊറർ ഇല്ല. A lovable horror movie. Enjoy, yeah. That's a good tagline. That's a good tagline. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണിക്കും ഒരു സോഫ്റ്റ് എന്തോ വരാനുണ്ടെന്ന് പറഞ്ഞവര്. ഇൻ സിനിമ 13 കേൾക്കുമ്പോ തന്നെ അറിഞ്ഞോ നല്ല ഹൊറർ പടമാണത്. കണ്ട ബ്ലഡ് ആണോ എനിക്ക്? അത് ചേട്ടനല്ലാ തിരിഞ്ഞു നിക്കണേ. അല്ല, എനിക്ക് ഇത്ര മസിലൊന്നുമില്ല. അല്ല അല്ലേ, വേറെ ഈ സിഗരറ്റ് വലിക്കുന്നത് ഞാനാ. ഇത് സിഗരറ്റ് വലിക്കുന്നത് ഞാനാ. ടെന്നീസ് എല്ലാം കഴിഞ്ഞിട്ടൊന്നുമില്ലേ? സർപ്രൈസ്. This is a chef who works in Chinese restaurants, like ആഫ്റ്റർ സ്ലോട്ടറിംഗ് ദി ആനിമൽസ് അയാള് മലയിലേക്ക് നേരെ വരികയാണ്. അത് സാധാരണ ഇങ്ങനെ പ്രേത സിനിമകളൊക്കെ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് അങ്ങനെയൊക്കെ ഇവിടെ നമുക്ക് എവിടെയോ ഉണ്ടോ എന്നുള്ള തോന്നല് ഉണ്ടാകും എന്നൊക്കെ മനയിൽ തോന്നും. കാരണം വെറുതെ ഇരിക്കുമ്പോ തന്നെ തോന്നും. ഒരു ഐസൊലേറ്റഡ് ഏരിയ ആണ്. രണ്ടാമത് അത് ഭയങ്കര ആരും അങ്ങനെ വെറുതെ ഇരിക്കാൻ ഒറ്റയ്ക്ക് ഇരിക്കാറില്ല അവിടെ. അവിടെ താമസിക്കുന്ന ആൾക്കാരാണെങ്കിലും അവരൊരു ചെറിയൊരു 2 മുറിയുള്ള സ്ഥലവും പിന്നെ പുറത്തേക്ക് ആക്സസ് ഉള്ള സ്ഥലത്ത് മാത്രമേ അവർ താമസിക്കുള്ളൂ. ദാറ്റ് മീൻസ് എവറിത്തിങ് എൽസ് ആ 3-4 നിലയോ മൊത്തം 3 നില ഉണ്ടാവും എല്ലാത്തിനും. പിന്നെ ഇന്നർ അണ്ടർഗ്രൗണ്ടിലേക്ക് ഉണ്ടോന്ന് അറിയില്ല. ആർക്കറിയാം. ഏറ്റവും മുകളിലൊരു മട്ട് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം ഉണ്ടോ, മട്ട്. അത് മച്ച് ഈ കുമാരി പടമുണ്ട്. അതില് മറ്റേ അപ്പൂപ്പൻ കേറി പോവില്ലേ, അതേ മന. സെയിം ലൊക്കേഷനാ. ഐശ്വര്യ കേറി പോവില്ലേ, ലക്ഷ്മി വിളക്കായിട്ട്. അതേ സെയിം കാഞ്ഞങ്ങാടുള്ള വടക്കുന്നാഥൻ ഇൻഡിവിജ്വലിന് അവിടെ നിൽക്കാൻ പറ്റില്ല. വിത്തൗട്ട് സംബഡീസ് ഒരു നിയർ ബൈ ഇല്ലാതെ നിൽക്കാൻ പറ്റില്ല. നമ്മൾ അന്നേരം തന്നെ ആകെ ഇതായി പോകും. എനിക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇതിന്റെ കോറിഡോർസ് ഒക്കെ കേൾക്കുമ്പോ അല്ലി അതെനിക്ക് എന്നെ പേടിപ്പിക്കില്ല. അത് മണിച്ചിത്രത്താണ്. വിജയ് സാർ പറഞ്ഞത് അതിന്റെ അകത്ത് പാമ്പൊക്കെ ഉണ്ടായിരുന്നു. ഈ മലയിലോ? അല്ല, നമ്മൾ ഷൂട്ട് ചെയ്തപ്പോഴാ. ഞാൻ കർമ്മയോഗി ഫിലിം ഇവിടെ തന്നെ ചെയ്തു. ഫിലിം ആദ്യം അപ്പൊ വന്ന് ഞാൻ പേടിച്ചു പോയി. അപ്പൊ ഈ ഷൂട്ടിംഗ് പോയപ്പോ പേടിച്ചിട്ടില്ല. ആദ്യം പേടിച്ചത് കൊണ്ട് കാരണം ചുറ്റും കാടാണ്. പാമ്പ് സ്വാഭാവികമായിട്ടും കാടുള്ളടത്ത് ഉണ്ടാവുമല്ലോ. പിന്നെ ഈ ഓടിന്റെ ഇടയിലൊക്കെയാണ് ഈ അണലിയൊക്കെ വന്നിരിക്കുക. കാരണം അണലിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നമ്മളെ തിന്നാനല്ല, ഈ ചെതല് തീറ്റക്കാരായി അണലിക്കാര്. ചെതലെന്ന് പറഞ്ഞ മനസ്സിലായ ഒരു ചുമപ്പ് ഇങ്ങനെ മണ്ണ്. For that the snakes coming. termites. When we sit in the room, sometimes comes eats and go. Has dinner and goes. എന്റെ മമ്മീനെ ചെറുപ്പത്തിൽ അണലി കടിച്ചിട്ടുണ്ട്. അണലി കടിച്ച് അപ്പൊ തന്നെ മരിക്കുന്ന പറയണ. പക്ഷെ മമ്മി അറിഞ്ഞില്ല. അത് കാരണം മമ്മി രക്ഷപ്പെട്ടു. പക്ഷെ ചെറുതായിട്ട് ഇങ്ങനെ മമ്മിക്ക് ഒരു തളർച്ചയും രക്താണലി എന്ന് പറയും. പാമ്പോ? Oh, it's a snake. Viper. ഉറങ്ങാതിരിക്കണം. എന്നിട്ട് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയപ്പോ ഈ പാമ്പ് വൈദ്യന്മാരെങ്ങനെയാണെന്നറിയോ, ദേ ആർ വെയിറ്റിംഗ് ദർ. അവരവിടെ കാത്തു നിൽക്കുക മമ്മീനെയും കൊണ്ടുവരണം, വേഗം കൊണ്ടുപോവാ. കാരണം ഒരു സമയം കഴിഞ്ഞാൽ നോക്കാൻ പാടില്ല.
അതെനിക്ക് അത് അവർക്ക് എന്തോ ഒരു No, the signal venom കിട്ടുമെന്നാ പറയുന്നത്. spreads very fast. Yeah, വിഷം കയറിയാല് ഡോക്ടേഴ്സ് ഓഫ് ദ വൈദ്യർ they will waiting for Yeah, actually, they will Oh, they won't അറിയാതെ treat പറയും. or treat ചെയ്യാതിരിക്കുവോ somebody is coming treating. to their അല്ല, If someone is coming to them, they wait for it. Yeah, They, yeah. No, they will get a know. signal like that. Signal like that. even they will prepare the medicine and ആ, all. അതെ, അതെ, അതെ. അങ്ങനെ ഞാൻ സിനിമയിൽ കണ്ടിട്ടുണ്ട് ശരിക്കും. അല്ല അത് വിഷം കയറി കഴിഞ്ഞാല് ഒരു സമയത്തിലാക്കിയില്ലെങ്കിൽ അത് ബ്ലഡ് അപ്പോ- വെസൽസിലേക്ക് കയറി പോകും അല്ല അത് നമ്മൾ blood കയറി spread ചെയ്താൽ നമ്മള് പെട്ടെന്ന് കയറും. ആ പെട്ടെന്ന് കയറും ഈ ബ്ലഡ് പ്രഷർ കൂടുമ്പോൾ ഹാർട്ട് പമ്പിങ് സ്പീഡപ്പ് ആകുമ്പോഴത്തേക്കും അത് കുറച്ചും കൂടെ അപ്പൊ ഫാസ്റ്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്യും കൂളായിട്ട് രക്ഷപ്പെടാന്ന്. പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ കൂളായിട്ട് അല്ല കൂടുതൽ ബ്ലഡ് സർക്കുലേഷൻ കൂടും. അതെ കൂടും അങ്ങനെയാണ് വരുന്നത്. അമ്മയ്ക്ക് മമ്മി ചെറിയ കുട്ടിയായ കാരണം അറിഞ്ഞില്ല. അപ്പൊ വൈദ്യന്റെ അടുത്ത് കൊണ്ടുപോയപ്പോ വൈദ്യൻ പറഞ്ഞു ഉറങ്ങാൻ പാടില്ല കുട്ടി, ഉറങ്ങിക്കഴിഞ്ഞാൽ ബ്ലഡ് പെട്ടെന്ന് കയറും. അപ്പൊ ഉറങ്ങാതിരിക്കാൻ രാത്രി മുഴുവൻ മമ്മീനിട്ട് ഇങ്ങനെ കളിപ്പിക്കുകയാണ്, ഓടിപ്പിക്കുക. അപ്പൊ കുറച്ച് കഴിയുമ്പോ ഉറങ്ങാമെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഈ സംഭവം ഡയറക്റ്റ് പറയാനും പറ്റില്ല, പറഞ്ഞു കഴിഞ്ഞാൽ പേടിക്കും. അപ്പൊ ഉറങ്ങാതിരിക്കാൻ കട്ടൻ ചായ കൊടുക്കുക, ഓടിപ്പിക്കുക, കളിക്കുക, വാ കൊച്ചമുത്തി കളിക്കുക. അവര് രാത്രി മമ്മി സാധാരണ പറയാത്തവരുള്ളൂ കളിക്കാതെ. മമ്മി ഇപ്പോഴും ചോദിച്ചോ ഞാൻ നോണാന്നൊന്നും പറയുന്ന ആളല്ല. ശരിയാ. അല്ല അപ്പൊ ഡയന പറയൂ എങ്ങനെയുണ്ടായിരുന്നു ഷൈൻ ചേട്ടന്റെ കൂടെ ഉള്ള എക്സ്പീരിയൻസ്? ഭയങ്കര പച്ചക്കറി സീൻ പറഞ്ഞു. പച്ചക്കറി സീൻ അല്ല ആദ്യം പറയാം ഒരു മിനിറ്റ്. ഒന്ന് ആലോചിക്കട്ടെ. അല്ല ഞാൻ previously പറഞ്ഞായിരുന്നു within 1 minute of experience we were talking to him, speaking with How him. many times we are talking 1 minute. the same? Yeah, exactly. Exactly. You said From pachakari. morning we are talking this. Experience, okay, all I have to say is I felt comfortable and obviously going into it I was nervous. ആദ്യമായിട്ട് ഒരു മലയാളത്തിലത്തെ ഈ ചുമ്മാ കോൺവെർസേഷൻ ഈസി ആണെങ്കിലും ഒരു സെറ്റിലേക്ക് വരുമ്പം അതിൻ്റെതായ ഒരു നെർവസ്നെസ് വരുമല്ലോ. പക്ഷേ പുള്ളിക്കാരൻ്റെ കൂടെ I did not feel that at all because ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംസാരിക്കും, എന്നെ ഇങ്ങനെ ഒരു സംസാരിച്ച് ബോറടിപ്പിക്കാതിരുത്തുന്നു കോമഡി. Exactly. ഈ എനർജി ഈ എനർജി തന്നെയാണ് ചേട്ടൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എക്സാക്ട്ലി ആ എനർജി നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു നമ്മൾ ഉറക്കം തൂങ്ങിയിരിക്കുകയാണെങ്കിൽ ചേട്ടന്റെ എനർജി കാണുമ്പോൾ എക്സാക്ട്ലി ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഭയങ്കര ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ആ എനർജി കിട്ടുമ്പോൾ തന്നെ ആൾക്കാർക്ക് അങ്ങനെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് വളരെ ഒരു യുണീക്ക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആ. And like I said, within 1 minute, you know he's passionate about cinema. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. പാഷനറ്റ് ഇങ്ങനെ ചുമ്മാ വന്നിട്ട് ആക്ട് ചെയ്തിട്ട് പോകുന്ന ആളല്ല. അതിനെക്കുറിച്ച് അതുകൊണ്ട് ഫ്രീ ആയിട്ടല്ലേ ആക്ട് ചെയ്യുന്നത്. ചേട്ടനെ പറ്റി പറയാൻ ചേട്ടൻ അനുവദിക്കൂ. അല്ല പറഞ്ഞു പാഷനേറ്റ് ആയിട്ടാണ് അതെ കലയോട് ഈ ആർട്ടിനോട് ഭയങ്കര ഒരു പാഷനറ്റും ടേക്ക് ഇറ്റ് സീരിയസ് ആയിട്ടുള്ള ഒരാളാണ്. ഹാർട്ട് ലെഫ്റ്റില് റൈറ്റില് ലെഫ്റ്റ് ഇവിടെ. എനിക്ക് പഠിത്തൊരു നെഞ്ചുവേദന ഉണ്ടായിട്ട് എന്നെ ഞാൻ പറഞ്ഞു എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. ഞാൻ ഇത് എല്ലാം മരുന്ന് കഴിക്കുന്നുണ്ട്, അഡിക്ഷൻ സെന്ററിൽ പോയിട്ട് എല്ലാം ക്ലീനപ്പ് ആയപ്പോൾ പെട്ടെന്ന് നിർത്തി ഇനി അറ്റാക്ക് ഒക്കെ വന്നാലോ എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കൊണ്ടുപോയിട്ട് ഞാൻ ECG പ്രഷറും ഷുഗറും ഒക്കെ ചെക്ക് ചെയ്തു, ഒക്കെ നോർമലി. I have no heart problem. Okay. I am not a art. എന്താ ആർട്ട് ലവർ എന്താ പറഞ്ഞു? ആർട്ടിസ്റ്റ്. ആർട്ട്. പക്ഷെ ഹാർട്ട് റിലേറ്റ് എന്തോ ഒരു സെന്റൻസ് പറഞ്ഞപ്പോഴേക്കും ചേട്ടൻ ഹാർട്ട് പറഞ്ഞു. ഞാൻ ആർട്ട് എന്നാ പറഞ്ഞത്. ഹാർട്ട് ഉണ്ട്. ആർട്ടുണ്ടോ? ഓക്കെ ഓക്കെ. പക്ഷെ കാശ് വാങ്ങിച്ചപ്പോ എന്താ പറഞ്ഞ കാശ് ഞാൻ പറഞ്ഞില്ല. വാങ്ങുന്നത് No, you said that. ഞാനല്ല പറഞ്ഞത് കാശിന്റെ കാര്യം. ഫുൾ പെയ്ഡ് ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് അവര്. നമ്മൾ വേറെ ഒരുപാട് പടങ്ങൾ വർക്ക് ചെയ്യുമെങ്കിലും നമ്മൾ മൂവി റിലീസും അല്ലെങ്കിൽ റിലീസ് കഴിഞ്ഞിട്ടൊക്കെയാണ് നമ്മളെ ഫുൾ സെറ്റിൽ ചെയ്യുക. പക്ഷെ ഫുള്ളി ഇതിനു മുന്നേ റിലീസിന് മുന്നേ കറക്റ്റ് ആയിട്ട് എല്ലാവരും സെറ്റിൽ ചെയ്തിട്ടുള്ള വിജയ് സാറിന് വെൽ ഗുഡ് പ്രൊഡ്യൂസേഴ്സ്. ഇങ്ങനെ ഒരുപാട് പടങ്ങൾ എടുക്കാൻ ഇനിയും പ്രൊഡ്യൂസേഴ്സ് അമേരിക്കയിൽ നിന്ന് അല്ല നിങ്ങൾക്ക് സാധിക്കട്ടെ. അതിലൊക്കെ ചേട്ടൻ നായകനാകട്ടെ. എല്ലാ വില്ലനായാലും മതി. വിജയ് സർ പറയൂ, how was your experience with this team? It was like this only. ഇത്രയും ഫൺ ആയിരുന്നില്ല നമ്മൾ ലൊക്കേഷനിൽ. സെറ്റിൽ എങ്ങനെയായിരുന്നു? എല്ലാരും അവരുടെ ക്യാരക്ടർ അവരവർ ചെയ്യുന്ന ജോബ്.
എനിക്ക് മാത്രം ഞാൻ കുറച്ച് സീരിയസ് ആയിട്ട് എന്തെങ്കിൽ മലയാളം ഐ എം നോട്ട് ഇറ്റ്സ് നോട്ട് എ ലാംഗ്വേജ് ഞാൻ ഡെയിലി പറയുന്ന ഒരു ലാംഗ്വേജ് ഇല്ലല്ലോ. അതിന്റെ ശേഷം ഞാൻ കുറച്ച് ഓക്കെ ഐ ഹാവ് ടു സീ മൈ ലൈൻസ് അങ്ങനെയാണ്. ബാക്കി ടൈമില് ഇങ്ങനെ തന്നെ ഇങ്ങനത്തെ എനർജി തന്നെ. ആൻഡ് ഡയറക്ടർ മനു ആൻഡ് റോബിൻസ് they kept us in a very comfortable zone. Absolutely no problem. The only job ഞങ്ങൾക്കെന്തെങ്കിൽ വന്ന് ആക്ട് ചെയ്തിട്ട് പോകണം അത്രയോ. സാറിന് ഇന്റർവ്യൂ ചെയ്യാൻ വരികയാണെന്ന് പറഞ്ഞപ്പം കുറെ പേര് പറഞ്ഞൊരു സീരിയൽ ഉണ്ട് സാർ ഫസ്റ്റ് ഗോപിക അല്ല പടവുകൾ ആദ്യത്തെ സീരിയൽ മലയാളം സീരിയൽ പടവുകളാണ്. ആശാ സരത്ത് അതിൽ ആശ അല്ലേ ദൂരദർശന് വേണ്ടിയിട്ടുള്ള ദൂരദർശൻ മണിമാല സംതിങ് ലൈക്ക് നീലമാല എന്ന് പറഞ്ഞിട്ടൊരു അത് ആദ്യ തമിഴിലെ നീലമാല പണ്ട് തമിഴ് ദൂരദർശൻ തമിഴ് ദൂരദർശൻ. ഓക്കെ ഓക്കെ. അതായിരുന്നു സാറിന്റെ ഫസ്റ്റ് എക്സ്പോഷർ ടു ക്യാമറ. ദൂരദർശനിൽ നല്ല സീരിയൽസ് വന്നിരുന്നു. അപ്പോ 13 എപ്പിസോഡ് സീരിയൽ ഓൺലി 13 എപ്പിസോഡ്സ്. പക്ഷെ ആ സീരിയൽ 13 എപ്പിസോഡ്സ് 45 ഡേയ്സ് ഷൂട്ട് ചെയ്തു. വെരി ഗുഡ് ക്വാളിറ്റി സീരിയൽ ഫിലിം. അത് അന്നത്തെ കഥകളൊക്കെ ഭയങ്കര രസമുള്ള സ്റ്റോറീസ് ആയിരുന്നു. അപ്പൊ ഇപ്പം എനിക്കൊന്ന് 200+ 270 No, no, no. movies More than that. I had count Almost till around 400. 420. After that, I lost count. I didn't write. ഇപ്പോഴും ക്യാമറ മുന്നിൽ ആക്ഷൻ എന്ന് കേൾക്കുമ്പോൾ അത് ബട്ടർഫ്ലൈസ് ഉണ്ട്. ആദ്യ ദിനം ഏത് ഫിലിമെങ്കിലും അത് തമിഴ് തെലുഗു മലയാളം ഹിന്ദി the first day first shot I'll have butterflies in the stomach. ഞാൻ കഴിക്കാതെ ആ ഷോട്ട് ഓക്കെ ഡയറക്ടർ പറഞ്ഞു. പിന്നെ എനിക്ക് ഞാൻ അത് ആ ഷോട്ട് ഓക്കെ നമുക്ക് ഓക്കെ ആയിട്ട് ചെയ്ത് വി ക്യാൻ ട്രാവൽ. അങ്ങനെ ഒരു ഫീൽ വരുമ്പോൾ തന്നെ ഐ ജസ്റ്റ് ഗോ ഔട്ട് ഹാവ് എ കപ്പ് ഓഫ് ടീ ഓർ ബ്രേക്ക്ഫാസ്റ്റ്. ആ പേടിയുണ്ട്. ആക്ഷൻ കേൾക്കുമ്പോൾ പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ ലൊക്കേഷനിലേക്ക് ചെന്നിട്ട് നമ്മൾ ചെയ്യുന്ന സാധനം ശരിയായി എന്ന് തോന്നി തുടങ്ങിയാലേ നമുക്കൊരു മനസ്സമാധാനമാവുള്ളൂ. അതുവരെ നമ്മൾക്ക് ഭക്ഷണം ഇറങ്ങില്ല. ഈ പറഞ്ഞ ഈ യുവജനോത്സവത്തിന്റെ തലേദിവസം നമുക്ക് ഉറക്കം വരില്ല. യുവജനോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? Like that? No, because you are enacting one character's whole life for 10 days or 20 days. പിന്നെ ആ ഫിലിം കഴിഞ്ഞ് പിന്നെ വേറൊരു ഫിലിം പോകുമ്പോൾ വേറൊരു ലൊക്കേഷൻ, വേറൊരു ക്യാരക്ടർ ആൻഡ് വേറൊരു ഡൈമെൻഷൻ. അപ്പോൾ നമുക്ക് ഓഡിയൻസോട് കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് we have to do a lot of work. It has to be authentic, it has to be natural if the character demands, and with the co-artist we have to have a good vibe with the director, with the cameraman. Korea Sometimes after first take the people will discuss no. That time we will get to time. അത് You too? ഇപ്പൊ എന്തായി ബിക്കോസ് ഓഫ് ദ മോണിറ്റർ അത് കുറച്ച് കമ്മിയായി. പണ്ട് 35mm ആ ഫിലിം ആ പീരിയഡിലേക്ക് യാരും കാണാൻ പാടില്ല. ഓൺലി ദ ക്യാമറാമൻ വിൽ നോ വെദർ ദ ഷോട്ട് ഈസ് ഓക്കെ ഓർ നോട്ട്, വെദർ ഔട്ട് ഓഫ് ഫോക്കസ് പോയോ എന്തെങ്കിലും. സോ 4-5 more than 4-5 rehearsals we'll do, then we'll go for the take. Then only we go for take. Yeah. After by hearting. അതിലെ എന്താവും ചിലപ്പോ സ്മോൾ ബഡ്ജറ്റ് ഫിലിംസ് അപ്പോൾ വരുമ്പോഴത് ഒരു 3-4 ടേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് ഒരു ചത്തം വരും. സാറേ ഫുഡ് വന്നു എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഇന്നൊരു ആക്ടർ ഉണ്ട്, ഞാൻ ഐ ഡോണ്ട് വാണ്ട് ടു നെയിം ദ പേഴ്സൺ. പുള്ളി പറഞ്ഞു ഫുഡ് റെഡിയായെന്ന് പറഞ്ഞു. എന്താണെന്നറിയോ? ഐ സെഡ് ഐ ഡോണ്ട് നോ. We had a combination scene of 4 actors. അപ്പോൾ ആ ഒരു ആക്ടർ because he didn't get the payment deliberate ആയിട്ട് 5-6 takes ചെയ്തുകൊണ്ടിരിക്കും. And you cannot afford to lose the film. ഒരു ടേക്ക് എൻജി ആയെങ്കിൽ உங்களுக்கு ഒരു 20 feet എക്സ്പോസ് ആയി. എക്സ്പോസ് ആയ നെഗറ്റീവ് you cannot do anything. അത് പോയി മീൻസ് 300 rupees or 400 rupees gone. ഇപ്പോൾ 6 take പറഞ്ഞെങ്കിൽ എത്ര ആയി? Sometimes full can will go off. So അതിന്റെ ശേഷം അവിടെ എന്തോ ഒരു വോയിസ് വരും നമുക്ക്, സർ ഫുഡ് വന്നു. മീനിങ് സർ ഫുഡ് കഴിക്കാൻ, സർ ഫിലിം കഴിക്കണ്ട. ഐ മീൻ ഫിലിം വേസ്റ്റ് ചെയ്യണ്ട. സാറേ ഫുഡ് ഉണ്ട്, ഫുഡ് സാപ്പിടலாம். ഡോണ്ട് അത് കറക്റ്റ് തന്നെ മലയാളത്തിൽ ഞാൻ പറഞ്ഞു. അങ്ങനെ ആയി. ഇത് ഫിലിം പിന്നണ ആളാട്ടാന്ന് പറയും. ഇപ്പൊ അത് ഈസി ആയി നമുക്ക് ചിപ്പില് വന്ന് ഡിലീറ്റ് ചെയ്ത് എന്നാലും ടോക്ക്. അപ്പൊ നമുക്ക് ഷോർട്ട് കട്ട് ചെയ്ത് പിന്നെ ലൈറ്റ് പിന്നെ നോക്കും.
Lightman is the main. Because lightmen every day they work. അവര് കുറെ ആൾക്കാർ ഡെയിലി ഷൂട്ടിംഗ് They are saying from Amitabh Bachchan, Rajinikanth, they will not mind to over give. They will give respect, but they will not. സിംപ്ലി സേ ദാറ്റ് വാവ് സൂപ്പർ അങ്ങനെ പറയാതെ. They are seeing daily know this activity. So Today they see Shiny, tomorrow they see Mammootty sir, day after tomorrow they see. So every day they see people and they know actually they are the people who can take acting lessons. they will tell, he can stay back. Okay either. Or he will. ഇന്ന് തന്നെ പുള്ളി പോവും മിക്കവാറും, അല്ലെങ്കിൽ പുള്ളി ഇവിടെ ഉണ്ടാവും കുറച്ചു കാലം. ഇയാൾക്ക് ഭാവി ഉണ്ടെന്നുള്ളത് അവരാണ് ജഡ്ജ് ചെയ്യുക. അത് അവര് ഡയറക്റ്റ്ലി പറയില്ല. ഫസ്റ്റ് ടേക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവര് നമ്മൾ ഡിസ്കസ് ചെയ്യണ കാണാം. അപ്പൊ നമുക്ക് ചെറിയ നമ്മൾ പറഞ്ഞു വിടാനാണോ. ദാക്കു മഹാരാജിന്റെ ഫസ്റ്റ് ഡേ ഡയലോഗ്, ഗോട്ട് ലോട്ട് ഓഫ് ഡയലോഗ്സ് വിച്ച് ദാക്കു മഹാരാജ്. ആരെങ്കിലും കണ്ടിരുന്നു ദാക്കു മഹാരാജ്? ഇല്ല, ആരും കണ്ടിട്ടില്ല. അത് ഐ ആം എ സീൻ വിത്ത് ബാലയ്യ, ഫസ്റ്റ് സീൻ. I am coming. Hey sir, why you are standing here like that? I am waiting for the like that scene. I want to do. Dialogues not coming properly. Then I said, I am going back to my room. I can't do this. Why sir? You are doing good. Hey, no problem. You tell whatever you coming. We can dub. That much. We need only that mood and the expressions you giving. Then only I got, സമാധാനായി, അല്ലെങ്കിൽ വാങ്ങി അഡ്വാൻസ് It's still amazing that you guys still get nervous. Yeah, You have to get The nervous, experience otherwise- with otherwise. See, any performing art, whether he's a dancer or whether he's a Kalari guy or Kathakali guy, stage is definitely you'll get scared. You will have the fear, not fear in the exact sense. ഒരു നമുക്ക് ഇന്ന് നമുക്കൊന്ന് നന്നായിട്ട് ചെയ്യണം, നല്ല പേരെടുക്കണം, ഇത്ര ദിവസം നമുക്ക് നല്ല പേരെടുത്തിട്ട് ഒരു പ്ലേസിലുണ്ട്, അത് നമുക്ക് വി ഷുഡ് നോട്ട് സ്പോയിൽ ഇറ്റ്, അങ്ങനെ ആ ഒരു ഫിയർ. For make better. to improve, yeah. That's why. ഇപ്പം ചെയ്ത സിനിമകളിൽ ഇപ്പം ഷൈൻ ചേട്ടന് എന്താ പറയുക, ഒരു കംഫർട്ട് സോണിന്ന് ഏതെങ്കിലും ഒരു ഡയറക്ടറെ പുഷ് ചെയ്ത് ഇതല്ല ഇതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ Yeah, some directors അവര് പറയുന്ന പോലെ തന്നെ കൈ എടുക്കണം, നോക്കണം എന്ന് പറയും. ആ സമയത്ത് നമ്മൾ ഫൈറ്റ് ചെയ്യും. നോട്ട് മനുഷ്യനൊന്നും അങ്ങനെയല്ല. ചില ഡയറക്ടേഴ്സ് ആ സമയത്ത് പറയുന്നത് നിങ്ങൾ തന്നെ ചെയ്യുന്നുണ്ട്, ഞാൻ നമ്മൾ പറയാൻ പറ്റുന്ന ഡയറക്ടേഴ്സ്, അല്ലെങ്കിൽ നമ്മൾ ഉള്ളിൽ കടിച്ചു പിടിച്ചിട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. എന്നിട്ട് ടേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് ആയിട്ട് അതന്നെ ചെയ്യും. അല്ല, നമുക്ക് ഫൈറ്റ് ചെയ്യും. ഞാൻ പറയും നിങ്ങൾക്ക് ക്യാരക്ടറിനെ പറ്റി ആലോചിക്കാനല്ലേ പറ്റുള്ളൂ, ഞാനാണ് ആ ക്യാരക്ടർ. അപ്പൊ ഞാൻ ഡിസൈഡ് ചെയ്യും ഞാൻ എങ്ങോട്ട് നോക്കണം. ചില ഡയറക്ടേഴ്സ് വിൽ സേ ഫസ്റ്റ് യു ടേക്ക് ദിസ് ഹാൻഡ് ആൻഡ് ലുക്ക് ലൈക്ക് ദിസ്, then you look like this. I am not robot. No, it differs from director to director. ചിലപ്പോൾ ചില ഡയറക്ടർ നമുക്ക് ഡയലോഗ് കൊടുത്തിട്ട് തമിഴില് ഇത് സാർ കണ്ടന്റ് ഇതാണ്, നിങ്ങൾ യു ഡു ഇറ്റ് യുവർ വേ. ചില പേര് എന്ത് ചെയ്യും, ആ ഡയലോഗ് അപ്പടിയേ വരണം. I don't want to change even one word. So you cannot blame them. They are like that. Sometimes output will be good. Sometimes mainly the main thing the actor must follow is what? No, obey the director. നല്ല കുട്ടിയായിരിക്കണം, നന്നായി ഡയറക്ടറെ അനുസരിക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ നമുക്ക് പേഴ്സണൽ ഒരു ഫ്രീഡം ഇപ്പൊ കിട്ടുന്നത് അപ്പൊ കിട്ടുന്നില്ല. ഇപ്പൊ നമുക്ക് ഇത് ഇങ്ങനെ ചെയ്യാം, അതുവരെ നമ്മുടെ ഏജ് ആണെങ്കിൽ അപ്പൊ അത് കിട്ടുന്നില്ല. യു വിൽ ഫീൽ സ്കാർഡ് ടു ഗോ ആൻഡ് ടോക്ക് ടു ദ ഡയറക്ടർ. ഓൺലി ദ അസോസിയേറ്റ് ഡയറക്ടർ വന്ന് പറയും നമുക്ക് ഇത് ചെയ്യണം അത് ചെയ്യണം. അപ്പൊ നമുക്ക് മനസ്സിലുള്ള ഇറക്കും, അയ്യോ ഇത് ചെയ്താൽ തെറ്റാവുമോ, ഇത് എങ്ങനെ പറയും. ഇല്ല സാർ, ഡയറക്ടർ എന്ത് പറയുന്നത് ചെയ്തിട്ട് പോകണം. ചിലപ്പോ ആ ഫിലിം നന്നായിട്ട് പോകും, ചിലപ്പോ ചില പല കാരണങ്ങൾ. പിന്നെ ഇനി നമുക്ക് എന്തെങ്കിലും ഐഡിയ തോന്നുന്നുണ്ടെങ്കിൽ ഡയറക്ടർ പറയും ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഐഡിയ തോന്നിയിട്ടുണ്ടെങ്കിൽ ടേക്കിന് മാത്രം ചെയ്യാം. അപ്പൊ ഓക്കെ അല്ലെങ്കിൽ കട്ട് വിളിക്കും, അങ്ങനെ ചെയ്യണ്ടെന്ന് പറയും. അത്രേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ അത് രസമായി, എങ്ങനെ രസമായി നേരത്തെ പറയാതെ ഇരിക്കുക. അയ്യോ, അങ്ങനത്തെ ട്രിക്ക് ഇനിയിപ്പോ എല്ലാവരും അറിയുന്നുണ്ട്. അപ്പൊ നമ്മുടെ സിനിമ ജൂൺ 13 റിലീസാണ്, വെള്ളിയാഴ്ച. വെള്ളിയാഴ്ച Friday the 13th. പേടിപ്പിച്ച് നിങ്ങളൊരു വഴിയാക്കും.
അമേരിക്കയിലൊക്കെ ഭയങ്കര വിശ്വാസമാണ് വെള്ളിയാഴ്ച 13-ന് പ്രത്യേക പൂജയും എല്ലാ മാസമൊക്കെ നടക്കുന്ന ദിവസം. അപ്പൊ ആദ്യത്തെ സിനിമയാണ് ടെൻഷൻ. ഇവിടെ പറഞ്ഞതാണ്. അപ്പം ആദ്യത്തെ സിനിമ ഇറങ്ങുന്നതിന്റെ ടെൻഷൻ ഇപ്പഴേ തുടങ്ങിയോ? ഉണ്ട് ഉണ്ട്. പക്ഷേ ഹോപ്പ്ഫുള്ളി ഇറ്റ്സ് എ സക്സസ് ആൻഡ് ഡോക്ടർ പഠിത്തമൊക്കെ ഭയങ്കര പണിയായതുകൊണ്ട് ഹോപ്പ്ഫുള്ളി ദിസ് വർക്ക്സ് ഔട്ട്. ദാറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ജോബ് ഡോക്ടർ. അല്ല അത് നമ്മളത് ഓൾറെഡി കണ്ടു കഴിഞ്ഞപ്പോ അങ്ങനെ ആക്ച്വലി നമ്മളുടെ പെർഫോമൻസ് നമുക്കത് തിയേറ്ററിൽ സേഫ് അല്ലെന്ന് തോന്നിയാലാണ് നമ്മൾ ടെൻഷൻ അടിക്കുന്നത്. ബട്ട് ഷീ ഡിഡ് വെൽ. പക്ഷേ ഓൾവേസ് ഒരു നെർവസ്നെസ് ഉണ്ട്. പക്ഷേ ഈ സിനിമയുടെ പ്രീവ്യൂ നമ്മൾ കണ്ടായിരുന്നു. അത് കണ്ടിട്ട് ഐ എം വെരി ഹാപ്പി വിത്ത് ദി ഔട്ട്കം ഓഫ് വാട്ട് വി മേഡ്. ഇപ്പൊ ഈ കഥ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഇപ്പം ഷൈൻ ചേട്ടനാണ് ഇന്ന റോള് എന്ന് തീരുമാനിക്കാൻ കാരണം അത് ഞാൻ വേറെ ആരെങ്കിലും സമീപിച്ചിരുന്നോ? ഇല്ല. അതെന്താന്ന് വെച്ചാല് ആക്ച്വലി വി ഹാഡ് എ ഡിസ്കഷൻ ഇൻ ദ ഹോട്ടൽ. ഡയറസ് മമ്മി ഓൾസോ നോസ് ദാറ്റ് നമ്മളവിടെ ഡിസ്കഷൻ നടന്നപ്പോൾ നമുക്ക് പറ്റിയ ആൾ ഇദ്ദേഹം തന്നെയാണെന്നുള്ളത് നമ്മൾ ഫിക്സ് ചെയ്ത് അവിടെ നിന്ന് അത് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. കാരണം കുറെ ചാട്ടങ്ങളും ഓട്ടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പടത്തിൽ. എന്നിട്ട് ഞാൻ തന്നെ ഒരു സീനില് ഓർമ്മയുണ്ടോ അവിടുന്ന് ഇറങ്ങി അതായത് നമ്മളുടെ ഈ മനയില് അപ്സ്റ്റേഴ്സിന്ന് വിത്തൗട്ട് എനി ലാഡർ അസിസ്റ്റൻസ് ഓർ റോപ്പ് അസിസ്റ്റൻസ് തൂങ്ങി തന്നെ താഴത്തെ നില വന്നു. അതാണല്ലോ നമ്മൾ മതില് ചാട്ടം. അപ്പൊ ആ ചാട്ടമൊക്കെ നമ്മള് സ്ക്രീനിൽ ജൂൺ 13 കാണാവുന്നതാണ്. അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. താങ്ക് യു. Thank you very much.